മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. തകഴിയുടെ ഓണം അന്നും ഇന്നും എന്ന പാഠഭാഗത്തിൻ്റെ തുടക്കമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൻ്റെ ബാക്കി ശ്രദ്ധിക്കൂ. ഓണത്തിന് പ്രത്യേകം എല്ലാ വീട്ടിലും കഴിവനുസരിച്ച് നെല്ലും കരുതി വച്ചിരിക്കും. അത് പറയൻ്റെയും പുലയൻ്റെയും വീട്ടിലും കാണും. കരുതി വച്ചിട്ടില്ലാത്തവൻ കടം കൊള്ളണം. അത്തം മുതൽ കന്യകമാരുള്ള വീട്ടിൽ പൂവിടയിലുണ്ട്. ആ കാലം പുഷ്പസമൃദ്ധമാണ്. ചെത്തിപ്പൂവാണ് പ്രധാനം. ദൂരെയൊക്കെ പോയി പറിച്ചു കൊണ്ടുവരും. ഓണത്തിന് എല്ലാ വീട്ടിലും എന്തുണ്ടാവും? നെല്ല് കരുതി വച്ചിരിക്കും അല്ലേ? അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അത് പറയൻ്റെയും പുലയൻ്റെയും വീട്ടിലും കാണും. അന്നത്തെ കാലത്ത് താഴ്ന്ന സമുദായക്കാരായിട്ട് കണക്കാക്കപ്പെടുന്നവരാണ് പറയൻ, പുലയൻ എന്നിവർ. അവർ ജന്മിമാരുടെ വീട്ടിൽ പണി ചെയ്തിട്ടാണെങ്കിലും ഓണമാകുമ്പോഴേക്കും അവരുടെ വീട്ടിലും എന്തുണ്ടാവും? നെല്ലുണ്ടാവും. ഇനി ആരെങ്കിലും നെല്ല് കരുതി വച്ചിട്ടില്ലെങ്കിൽ അവർ കടമായിട്ട് വാങ്ങണം. മാത്രമല്ല, അത്തം മുതൽ കന്യകമാരുള്ള വീട്ടിൽ പൂവിടൽ ചടങ്ങുണ്ട് അല്ലേ? അതായത് സ്ത്രീകളാണ് പൂവൊരുക്കുന്നത്, പൂക്കളം ഒരുക്കുന്നത്. പുഷ്പസമൃദ്ധമായ കാലം കൂടിയാണ് അന്ന്. അതായത് അന്ന് നാട്ടിൻപുറത്തൊക്കെ പൂക്കളം തീർക്കാനുള്ള പൂക്കൾ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് പൂക്കൾ കാണാനില്ല അല്ലേ? നമ്മളെ ചുറ്റും നോക്കിയാൽ കാടോ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളോ കാണാനില്ല. അന്ന് പൂക്കളത്തിൽ പ്രധാനം ചെത്തിപ്പൂവായിരുന്നു. ദൂരെയൊക്കെ പോയിട്ടാണ് പൂവ് പറിച്ചു കൊണ്ടുവരുന്നത്. ചോതിയാകുമ്പോൾ ഓണത്തിന് നെല്ല് പുഴുക്കായി. ഏതോ ഒരു നാടൻ പാട്ടിലെ 2 വരി ഞാനിപ്പോൾ ഓർക്കുന്നു. അത്തപ്പത്തോണം അടുത്തല്ലോ നായരെ, ചോതി പുഴുങ്ങുവാൻ നെല്ലുതായോ. കുടുംബത്തേക്ക് ഓണനെല്ലളക്കുക മാത്രമല്ല, വേലക്കാർക്ക് ഓണം കൊടുക്കുകയും വേണം. ആണാള് പെണ്ണാള് എന്ന കണക്കിന് ഓണമുണ്ണാനുള്ള നെല്ലിനു പുറമെ അക്കൊല്ലത്തെ ഓണപ്പണിക്കാരൻ എന്ന് വിളിക്കുന്ന സ്ഥിരം ജോലിക്കാരന് പ്രത്യേകം നെല്ല് കൊടുക്കും. അത്തം നാളിലാണ് ഓണത്തിന് പൂക്കളമൊരുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത്തം, ചിത്തിര, ചോതി 3-ാമത്തെ നാളിൽ ചോതിയാകുമ്പോൾ ഓണത്തിനുള്ള നെല്ല് പുഴുക്ക് തുടങ്ങും. നെല്ല് പുഴുക്ക് എന്ന് പറഞ്ഞാൽ ഓണ സദ്യയ്ക്ക് വേണ്ടിയുള്ള അരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സംഭരിച്ച നെല്ല് പുഴുങ്ങി ഉണക്കിയതിന് ശേഷം അത് കുത്തിയിട്ടുള്ള അരിയാണ് ഓണത്തിന് ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഏതോ ഒരു നാടൻ പാട്ടിലെ 2 വരി അദ്ദേഹം ഇപ്പോൾ ഓർക്കുകയാണ്. ആര്? തകഴി. അത്തപ്പത്തോണം അടുത്തല്ലോ നായരെ, ചോതി പുഴുങ്ങുവാൻ നെല്ലുതായോ. അതായത് ഓണം അടുക്കാറായി, ചോതി പുഴുങ്ങാൻ നെല്ലുതായോ. ചോതി പുഴുങ്ങുക എന്ന് പറഞ്ഞാൽ ചോതി നാളിൽ പുഴുങ്ങുന്നതിനുള്ള നെല്ലുതായോ എന്ന് ആരോ പാടിയ വരികൾ ഓർക്കുകയാണ്. കുടുംബത്തേക്ക് ഓണനെല്ല് അളക്കുക മാത്രമല്ല, ഓണനെല്ല് എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ സദ്യയ്ക്കും അതേപോലെ പായസത്തിനുമായി മാറ്റിവെക്കുന്ന നെല്ല്. അത് കുടുംബത്തേക്ക് അളക്കുക മാത്രമല്ല, വേലക്കാർക്ക് ഓണം കൊടുക്കുകയും വേണം. അവർക്കും നെല്ല് കൊടുക്കണം. അത് ആണാള് പെണ്ണാള് എന്ന കണക്കിനാണ് കൊടുക്കുക. അതായത് ആൺ ജോലിക്കാരന് ഇത്ര, സ്ത്രീ ആണെങ്കിൽ ഇത്ര, ആ ഒരു കണക്കിനാണ് ഓണത്തിന് നെല്ല് കൊടുക്കുക. ആരാണ് കൊടുക്കേണ്ടത്? ജന്മിമാർ, മുതലാളിമാർ. ഇനി ഓണമുണ്ണാനുള്ള നെല്ലിന് പുറമെ വേറെ അക്കൊല്ലത്തെ ഓണപ്പണിക്കാരൻ എന്ന് വിളിക്കുന്ന സ്ഥിരം ജോലിക്കാരനുണ്ടാവും. അതായത് ഒരു കൊല്ലം മുഴുവൻ ജന്മിയുടെ വീട്ടിൽ പണിയെടുക്കുന്ന സ്ഥിരം ജോലിക്കാരനുണ്ടാവും. അദ്ദേഹത്തിന് പ്രത്യേകം നെല്ല് കൊടുക്കണം. അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ രീതി. കൂട്ടത്തിൽ തന്നെ കടമായും നെല്ല് കൊടുക്കും. 10-15 കുടി വേലക്കാരുള്ള കൃഷിക്കാരൻ്റെ അറയിൽ നിന്ന് അന്ന് കുറേ അധികം നെല്ല് അളവ് പോവും. ഓണപ്പണിക്ക് നെല്ലും കടവും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ കൊല്ലം ആ വേലക്കാരൻ അവിടുത്തെ സ്ഥിരം പണിക്കാരനാണ്. ഇനി ആർക്കെങ്കിലും നെല്ല് കടമായി വേണമെങ്കിൽ അതും ആര് കൊടുക്കും? നെല്ലുള്ള വീട്ടുകാർ കൊടുക്കും. 10-15 വേലക്കാരുള്ള, അതായത് പണിയെടുക്കുന്ന ആളുകളുള്ള കൃഷിക്കാരൻ്റെ അറയിൽ നിന്ന് അന്ന് കുറേ അധികം നെല്ല് അളവ് പോവും. അളവ് പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ അധികം നെല്ല് അളന്ന് കൊടുക്കണം അല്ലേ? ഓരോ വേലക്കാരനും നെല്ല് കൊടുക്കണം. ഇനി ഏതെങ്കിലും പണിക്കാരൻ നെല്ലോ അല്ലെങ്കിൽ പണമോ കടമായി പറ്റിക്കഴിഞ്ഞാൽ
അല്ലെ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കടമായി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അക്കൊല്ലം മുഴുവൻ ആ വേലക്കാരൻ ആ വീട്ടിലെ സ്ഥിരം പണിക്കാരനാണ്. വിശാഖം മുതൽ കച്ചവട സ്ഥലങ്ങളെല്ലാം ചരക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ലിസ്റ്റ് എഴുതിയാണ് പല വ്യഞ്ജനങ്ങൾ വാങ്ങുക. ഗൃഹനാഥന്മാർ കഴിവിനനുസരിച്ച് ആലപ്പുഴയിലും മറ്റും പോയാണ് ഓണച്ചരക്ക് വാങ്ങുന്നത്. എൻ്റെ അച്ഛൻ അമ്പലപ്പുഴയിൽ നിന്നാണ് ഓണക്കോടി വാങ്ങിക്കൊണ്ടിരുന്നത്. അവിടെ പടിഞ്ഞാറേ നടയിൽ ഒരു തമിഴ് ബ്രാഹ്മണൻ്റെ കടയുണ്ടായിരുന്നു. തകഴിക്കാർ പലരും അദ്ദേഹത്തിൻ്റെ പറ്റുവരവുകാരായിരുന്നു. ചരക്കിൻ്റെ വില മേടമാസത്തിൽ കളത്തിൽ നിന്ന് നെല്ല് അളന്നുകൊടുത്താണ് തീർക്കുക. ഹിന്ദുക്കളുടെ ആചാരപ്രകാരം പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളും നക്ഷത്രം നോക്കിയാണ് നടത്തിയിരുന്നത്. നക്ഷത്രത്തിന് നാളെന്നാണ് പറയുക. 27 നാളുകളാണുള്ളത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ നാളുകൾ. 10 നാളിലാണ് പൂക്കളം തയ്യാറാക്കുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ചോതി നാളിൽ നെല്ല് പുഴുങ്ങും. ഇനി ചോതി കഴിഞ്ഞാൽ അടുത്ത നാൾ വിശാഖമാണ്. വിശാഖം നാൾ മുതൽ എല്ലാ കച്ചവട സ്ഥലങ്ങളും ചരക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. പലതരം ചരക്കുകൾ അല്ലേ, അതായത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള തുണികളായാലും അതുപോലെ മറ്റ് പലചരക്ക് സാധനങ്ങളായാലും മറ്റെല്ലാ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഓരോ ഗൃഹനാഥനും ലിസ്റ്റ് എഴുതിയിട്ടാണ് പലചരക്ക് സാധനങ്ങൾ വാങ്ങുക. പല വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പലചരക്ക് സാധനങ്ങൾ അത് വാങ്ങുക. ഗൃഹനാഥന്മാർ അവരുടെ കഴിവിനനുസരിച്ച് അല്ലേ പല സ്ഥലങ്ങളിലും പോയിട്ട് ഓണച്ചരക്ക് വാങ്ങും. അതായത് ആലപ്പുഴയും മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകൾ പോയിരുന്നത്. തകഴിയുടെ അച്ഛൻ അമ്പലപ്പുഴയിൽ നിന്നാണ് ഓണക്കോടി വാങ്ങിക്കൊണ്ടിരുന്നത്. അവിടെ പടിഞ്ഞാറേ നടയിൽ ഒരു തമിഴ് ബ്രാഹ്മണൻ്റെ കടയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ തുണികൾ ഓണക്കോടി വാങ്ങിയിരുന്നത്. തകഴിക്കാർ പലരും അദ്ദേഹത്തിൻ്റെ പറ്റുവരവുകാരായിരുന്നു. ഈ തമിഴ് ബ്രാഹ്മണൻ്റെ കടയിൽ നിന്നാണ് തകഴിയിലുള്ള മിക്കവാറും ആളുകൾ സാധനങ്ങൾ വാങ്ങിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറ്റുവരവുകാർ, അതായത് പറ്റായിട്ടാണ് വാങ്ങുക, കടമായിട്ടാണ് മിക്കപ്പോഴും പലരും ഈ ബ്രാഹ്മണൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക. ഈ ചരക്കിൻ്റെ വില കൊടുക്കുക മേടമാസത്തിൽ കൃഷി ഉണ്ടാകുമ്പോൾ നെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ ആ നെല്ല്, അതായത് മേടമാസത്തിൽ നെല്ല് കൊയ്ത് കൂട്ടിയ കളത്തിൽ നിന്ന് നെല്ല് അളന്ന് കൊടുത്തിട്ടാണ് അത് തീർക്കുക. അതായത് ഇത്തരം സാധനങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും അല്ലേ, ആ സാധനങ്ങളുടെയൊക്കെ വില നെല്ലായിട്ടാണ് ആർക്ക് നൽകുക? തമിഴ് ബ്രാഹ്മണന് നൽകുക. പൂരാടൻ ദിവസങ്ങൾ പച്ചക്കറി വാങ്ങാനുള്ളവയാണ്. കൃഷിക്കാരൻ സാധാരണയായി ഒരേ സമയം ജന്മിയും പാട്ടക്കാരനുമായിരിക്കും. കൈ അകലത്തുള്ള സ്വന്തം നിലങ്ങൾ ആരെയെങ്കിലും പാട്ടത്തിനേൽപ്പിച്ചിരിക്കും. അടുത്തുള്ള നിലങ്ങൾ പാട്ടത്തിനേറ്റു എന്നും വരും. പാട്ടത്തിനേറ്റിട്ടുള്ള നിലങ്ങളുടെ ജന്മിക്ക് ഓണക്കാഴ്ച കൊടുക്കണം. ചേന, മത്തങ്ങ, കുമ്പളങ്ങ, ഏത്തക്കുല എന്നിവയാണ് സാധാരണ ഓണക്കാഴ്ച. നിലത്തിൻ്റെ വിസ്തീർണമനുസരിച്ച് ഈ ഓരോ സാധനത്തിൻ്റെയും എണ്ണം കൂടിയും കുറഞ്ഞുമിരിക്കും. മിക്കവാറും വീടുകളിൽ ഓണക്കാഴ്ച വരും. അവർ ഓണക്കാഴ്ച കൊടുക്കേണ്ടതായും ഉണ്ടാവും. അത് പൂരാടം, ഉത്രാടം ദിവസങ്ങളിൽ വരുമായിരുന്നു. സാധാരണ 2 ചേനയും 1 മത്തങ്ങയുമാണ്. വിശാഖം നാൾ കഴിഞ്ഞാൽ അനിഴം, തൃക്കേട്ട, അത് കഴിഞ്ഞാൽ മൂലം, പൂരാടം നാളുകളാണ്. ഈ മൂലം, പൂരാടം ദിവസങ്ങളാണ് പച്ചക്കറി വാങ്ങുക. ആ ദിവസങ്ങളിലാണ് പച്ചക്കറി വാങ്ങുക, ഓണത്തിനുള്ള പച്ചക്കറികൾ. കൃഷിക്കാരൻ സാധാരണയായി ഒരേ സമയം ജന്മിയും പാട്ടക്കാരനുമായിരിക്കും. കൃഷിക്കാരൻ കയ്യകലത്തുള്ള സ്വന്തം നിലങ്ങൾ ആരെങ്കിലും പാട്ടത്തിന് കൊടുക്കും, ആർക്കെങ്കിലും പാട്ടത്തിന് കൊടുക്കും. അതായത് കൃഷി ചെയ്യാൻ ആർക്കെങ്കിലും കൊടുക്കും. എന്നിട്ട് തൻ്റെ അടുത്തുള്ള നിലങ്ങളൊക്കെ പാട്ടത്തിന് ഏൽക്കും. അതായത് തങ്ങളുടെ അടുത്തുള്ളത് മറ്റാരുടെയെങ്കിലും നിലമായിരിക്കും, പാടമായിരിക്കും. അത് ആരെ ഏറ്റുവാങ്ങും? കൃഷിക്കാരൻ പാട്ടത്തിനെടുക്കും. അതായത് അടുത്തുള്ള ആരുടെയെങ്കിലും നിലങ്ങൾ കൃഷിക്കാരൻ പാട്ടത്തിന് ഏറ്റെടുക്കുമ്പോൾ പാട്ടത്തിനേറ്റിട്ടുള്ള നിലങ്ങളുടെ ജന്മിക്ക് എന്ത് ചെയ്യണം? ഓണക്കാഴ്ച കൊടുക്കണം. അതേപോലെ ഇയാൾ, അതായത് കൃഷിക്കാരൻ അകലത്തുള്ള സ്വന്തം നിലങ്ങൾ എന്ത് ചെയ്യും? ആർക്കെങ്കിലും പാട്ടത്തിന് ഏൽപ്പിച്ചിരിക്കും. അവർ കൃഷിക്കാരൻ എന്ത് ചെയ്യണം? ഓണക്കാഴ്ച കൊടുക്കണം. ചേന, മത്തങ്ങ, കുമ്പളങ്ങ, ഏത്തക്കുല എന്നിവയാണ് സാധാരണ ഓണക്കാഴ്ചയായിട്ട് നൽകുക. നിലത്തിൻ്റെ വിസ്തീർണം അനുസരിച്ച്, അതായത് കുറേ നിലമാണ് പാട്ടത്തിനെടുത്തതെങ്കിൽ ഓരോ സാധനത്തിൻ്റെ എണ്ണം
എണ്ണത്തിൽ വ്യത്യാസം വരും. അതായത് കൂടുതൽ നിലം പാട്ടത്തിനെടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സാധനങ്ങൾ കൊടുക്കണം. അതേപോലെ കൂടുതൽ നിലങ്ങൾ പാട്ടത്തിന് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യണം, ഓണക്കാഴ്ച ഇങ്ങോട്ടും കിട്ടും. മിക്കവാറും വീടുകളിൽ ഓണക്കാഴ്ച വരും. അതായത് കൃഷിക്കാർ ഒന്നുകിൽ നിലം പാട്ടത്തിന് എടുത്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും മിക്കവാറും ഓണക്കാഴ്ച ഉണ്ടാവും. അതായത് ഓണക്കാഴ്ച വരും, അല്ലെങ്കിൽ ഓണക്കാഴ്ച കൊടുക്കേണ്ടതായിട്ടും ഉണ്ടാവും. അത് പൂരാടം ഉത്രാടം ദിവസങ്ങളിൽ വരുമായിരുന്നു. അതായത് പൂരാടം ഉത്രാടം ദിവസങ്ങളിലാണ്. ഉത്രാടം എന്ന് പറയുന്നത് തിരുവോണത്തിൻ്റെ തലേ ദിവസമാണ്. ആ ദിവസങ്ങളിലാണ് ഓണക്കാഴ്ച വരുന്നത്. 2 ചേനയും 1 മത്തങ്ങയുമാണ് ഓണക്കാഴ്ചയായിട്ട് ഉണ്ടാവുക. നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ സ്ഥലം പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സാധനങ്ങൾ ഓണക്കാഴ്ചയായിട്ട് വരും. ഓണനെല്ല് എങ്ങനെയാണ് കുത്തി അരിയാക്കുന്നതെന്നും അതുപോലെ ഉത്രാടത്തിൻ്റെ വെപ്രാളത്തെക്കുറിച്ചൊക്കെയാണ് ഇനി പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.